Good afternoon. Good afternoon, Miss. Good afternoon. ഏത് ചാപ്റ്റർ നോക്കിയിട്ട് വരാൻ പറഞ്ഞിരുന്നത്? Responsibilities of hospital administration, basics of computers. Okay. നോക്കിയിട്ടുണ്ടോ എല്ലാവരും? നോക്കിക്കഴിഞ്ഞോ? റെസ്പോൺസിബിലിറ്റീസ് നോക്കിക്കഴിഞ്ഞോ? ഇല്ലേ? ലാസ്റ്റത്തെ ഒരു പേജ് നോക്കാനുണ്ട്. 2-3 മരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ പോയിട്ട് വന്നിട്ട് ആകെ തലവേദനയൊക്കെ ആയിട്ടിരിക്കും. കുഴപ്പമില്ല. അപ്പൊ ഞാൻ കൂടെ പറഞ്ഞു തരാം. എന്തെങ്കിലും നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് പറഞ്ഞു പോയാതി ടീച്ചറെ. ഇമ്പോർട്ടന്റ് പോയിന്റ് തരാം കേട്ടോ. ഇമ്പോർട്ടന്റ് പോയിന്റ് അപ്പൊ ഇമ്പോർട്ടന്റ് പോയിന്റ് മാത്രം തന്നാ മതിയോ? ഇത് ഒന്നും കൂടി ഒന്ന് വായിക്കണ്ടേ? പറയണ്ടേ നിങ്ങൾക്ക്? അല്ല, ഇമ്പോർട്ടന്റും കൂടി പറഞ്ഞു പോവാണെങ്കിലേ. ഇമ്പോർട്ടന്റ് കൂടി പറഞ്ഞു പോവാം. അല്ല, നിങ്ങള് പറയാനായിട്ട് റെഡി അല്ലേ? ചോദിച്ചാല് പറയാൻ പറ്റില്ലേ? എല്ലാം പോയിന്റ് അല്ലേ മിസ്സേ? പോയിന്റ് ആയിട്ട് തന്നെ പറയാം. ട്രാൻസ്ലേറ്റ് ചെയ്യണ്ടല്ലോ. ട്രാൻസ്ലേറ്റ് ചെയ്യണോ? ട്രാൻസ്ലേറ്റ് ചെയ്താല് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. പോയിന്റ് ആയിട്ട് തന്നെ പറഞ്ഞാൽ മതി. എങ്ങനെയായാലും കുഴപ്പമില്ല. മനസ്സിലാക്കി വെച്ചിരുന്നാ മതി കേട്ടോ. പോയിന്റ് ആയിട്ട് മതിയോ? അല്ലെങ്കിൽ ഇനി ഡീറ്റെയിൽ ആയിട്ട് വേറെ ആർക്കെങ്കിലും വേണോ? ഒരു കുറച്ചു പേരുടെ കേറിയിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? പോയിന്റ് ആയിട്ട് മതിയോ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വേണോ മറ്റുള്ളവർക്ക്? പോയിന്റ് ആയിട്ട് മതി. ഡീറ്റെയിൽ ആയിട്ട് ആദ്യം നോട്ട്സും കാര്യങ്ങളൊക്കെ തന്നതല്ലേ? ഓക്കെ. അപ്പൊ അത് വേണ്ട. സമയം പോവും. നമുക്ക് ആ പോയിന്റ് കിട്ടണ്ടേ? പോയിന്റ് ആയിട്ട് മതി. ഓക്കെ. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ? അതിനകത്ത് ഫസ്റ്റ്, അതായത് ആ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് ആ ഹെഡിങ്ങോട് കൂടിയാണ്. അതിനകത്ത് എല്ലാ പോയിന്റ്സും എന്താണ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്നും നിങ്ങൾ വിട്ടുകളയരുത് കേട്ടോ. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? സ്ട്രാറ്റജിക് പ്ലാനിങ് അല്ലെ? ആദ്യത്തേത് പ്ലാനിങ് കേട്ടോ. സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തേത്, അതായത് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത് തന്ത്രപരമായിട്ടുള്ള ആസൂത്രണം അല്ലെ? ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് അല്ലെ? നമ്മുടെ എന്താണ് സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. മൂന്നാമത്തേത് പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ഓക്കെ, പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. നാലാമത്തേത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അഞ്ചാമത്തേത് ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ്. ആറാമത്തേത് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. ഏഴാമത്തേത് കമ്മ്യൂണിറ്റി റിലേഷൻ. 8 റിസ്ക് മാനേജ്മെന്റ്. 9 ഇൻഫോർമേഷൻ മാനേജ്മെന്റ്. 10th വൺ കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്. ഓക്കെ, ഇപ്പൊ എത്ര പോയിന്റ്സ് ഉണ്ട് മൊത്തം? 10 പോയിന്റും പഠിച്ചു കഴിഞ്ഞോ നിങ്ങള്? കഴിഞ്ഞോ? പോയിന്റ് വൈസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ഉള്ളിലുള്ള എക്സ്പ്ലനേഷൻ അല്ല ഞാൻ ചോദിച്ചത്. പോയിന്റ് വൈസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പ്ലാൻ ചെയ്യണം ആദ്യമേ, പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നടത്തണം, പിന്നെ പോളിസീസ് ഡെവലപ്മെന്റ് ചെയ്ത് ഇംപ്ലിമെന്റേഷൻ ചെയ്യാം, പിന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ചെയ്യാം, പിന്നെ എക്യുപ്മെന്റ്സും ഫെസിലിറ്റീസും എന്തൊക്കെയാണ് അത് മാനേജ് ചെയ്യാം, ക്വാളിറ്റി അഷുറൻസ് നോക്കുക, പേഷ്യന്റ് സേഫ്റ്റി. ഓക്കെ, ഇപ്പൊ പറയണ്ട. ഞാൻ ഇതിന്റെ ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സാം പോലെ ഇടാൻ. തനിയെ പോയിന്റുകളായിട്ട് എഴുതാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. മതിയോ? ഈ പോയിന്റുകളൊക്കെ എഴുതാനായിട്ട് ശ്രമിച്ചു നോക്കാം. കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്നില്ല. കണ്ടു. പെട്ടെന്ന് പോയായിരുന്നു. ഓക്കെ, ഇനി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. എന്താണ് ഒരു ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി? ഒരു ഇത് പറഞ്ഞ ആരെങ്കിലും ഒരാൾ ഷിനോ എന്ന് പറഞ്ഞേ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയെ കുറിച്ചിട്ട്. ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഒരു ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റീവും ക്ലിനിക്കൽ ഡ്യൂട്ടീസും
ഓപ്പറേറ്റ് ചെയ്ത് അതായത് ഔട്ട് പേഷ്യന്റിനെല്ലാം ഓപ്പറേഷൻ ചെയ്യുന്ന ആളാണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. ആള് ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ വിളിച്ച് ബുക്ക് ചെയ്യുമല്ലോ. അപ്പൊ ഒരു രോഗിക്ക് പെട്ടെന്ന് അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്ത് കറക്റ്റ് ടൈമിൽ അത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. അതൊരു ആളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ പേഷ്യന്റിനെ കോർഡിനേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്രത്തോളം കെയർ ചെയ്താൽ പേഷ്യന്റിന്റെ കെയർ കോർഡിനേറ്റ് ചെയ്യുക. അതില് അറേഞ്ച്മെന്റ്സ് ഉണ്ട്, അതായത് എങ്ങനെ അവരെ ക്രമീകരിക്കണം എന്നുള്ളതും അവരുടെ മെഡിക്കൽ രേഖകൾ എങ്ങനെ അന്വേഷിച്ച് അതെല്ലാം സെറ്റാക്കി വെക്കണം. പിന്നെ അവർക്ക് തുടർ പരിചരണം ലഭിക്കുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുക. പിന്നെ ഫോൺ കോൾസിനൊക്കെ ആൻസർ കൊടുക്കേണ്ടതും ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളൊരു ഫോൺ ഇത് ചെയ്ത്, അതായത് ഏതൊക്കെ വകുപ്പിലേക്കാണ് അതിന്റെ ഇൻഫർമേഷൻ എത്തിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ കറക്റ്റ് ആയിട്ട് അവരുടെ അടുത്ത് എത്തിക്കാനായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നോക്കണം. പിന്നെ മാനേജിങ് പേഷ്യന്റ് ഇൻഫർമേഷൻ, ഒരു ഹോസ്പിറ്റലിൽ നമ്മളിപ്പോ ഒരു മെഡിക്കൽ സിസ്റ്റം ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മുടെ ആ ഇതിൽ പേഷ്യന്റിന്റെ രേഖകളൊക്കെ അപ് ടു ഡേറ്റ് ആണോ എന്നിട്ടുള്ള കാര്യം നോക്കുക. പേഷ്യന്റിന്റെ പേര്, അഡ്രസ്സ്, സംഭവങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടാണ് എഴുതിയേക്കുന്നത്, അത് നന്നായിട്ടാണോ പോകുന്നതെന്നുള്ളത് അത് പരിപാലിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ പ്രോസസിങ് മെഡിക്കൽ റെക്കോർഡ്സ്, നമുക്ക് റെക്കോർഡ്സ് ഉണ്ടല്ലോ, രോഗിയുടെ എത്രമാത്രം ട്രീറ്റ്മെന്റ് കൊടുത്തു, എന്തൊക്കെ മെഡിസിൻസ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം പ്രോസസ് ചെയ്ത് വെക്കുക. പിന്നെ ഇപ്പൊ അത് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. എന്താണെന്ന് വെച്ചാൽ അതൊരു അംഗീകൃതമായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമാണ് റിവീൽ ചെയ്യാൻ പാടുള്ളൂ. ആരെങ്കിലൊക്കെ വന്നിട്ട് ഇന്നയാളുടെ ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അതിന് ബന്ധപ്പെട്ട ആളുകൾ ആരൊക്കെയാണോ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളത് റിവീൽ ചെയ്യാൻ പാടുള്ളൂ. രോഗിയുടെ കാര്യവിവരങ്ങൾ, അയാളുടെ മെഡിക്കൽ ആയിട്ടുള്ള സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ഹാൻഡിൽ ചെയ്യുക, അത് ഇപ്പൊ എന്തെങ്കിലും ഓഫീസ് എന്തെങ്കിലും സപ്ലൈസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അത് ഓർഡർ ചെയ്യും, അത് പ്രോപ്പറായിട്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയാണ്. പിന്നെ എന്തെങ്കിലും ഇടപാടുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതും ഇദ്ദേഹം തന്നെയായിരിക്കും. പിന്നെ കസ്റ്റമർ സർവീസ് കൊടുക്കുന്നുണ്ട്, അതായത് രോഗിയായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ആദ്യത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരു സേവനം നൽകണം അവിടെ. അതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ജോബ് എന്ന് പറയുന്നത്. ഒരു പേഷ്യന്റിന് വന്നു കഴിഞ്ഞാൽ അയാളെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വേണമല്ലോ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സുഗമമായും കാര്യക്ഷമമായും ഉയർന്ന നിലവാരത്തോടു കൂടിയുള്ള ഒരു പരിചരണം കൊടുക്കുക എന്നുള്ളതാണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം. അതിൽ നമുക്ക് ഒരു ഓർഗനൈസേഷണൽ സ്കില്ല് വേണം, അതെല്ലാം കൂടെ നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം ആൾക്ക്. പിന്നെ എന്തെങ്കിലും വിശദാംശങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ പേഷ്യന്റ് ആണെങ്കിലും അവരുടെ റിലേറ്റീവ്സ് ആണെങ്കിലും അവരുമായിട്ടൊരു ആശയവിനിമയം നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്ക് സാധിക്കും. ഓക്കെ, അപ്പോ ഇതിനകത്ത് നമ്മൾ പറഞ്ഞത് റെസ്പോൺസിബിലിറ്റീസ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണ് അല്ലെ. അപ്പൊ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാല് ആളെന്താണ്, അതായത് അഡ്മിനിസ്ട്രേറ്റീവും ക്ലറിക്കലും ആയിട്ടുള്ള എല്ലാ ഡ്യൂട്ടീസും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ചെയ്യുന്നുണ്ട് അല്ലെ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആര് കാഴ്ചവെക്കുന്നുണ്ട്, ഈ ഒരു ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി കാഴ്ചവെക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാണ്. പിന്നെ രണ്ടാമത്തേത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഷിനു ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ നിങ്ങൾക്ക് നോട്ട്സ് വേറെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് പോയിന്റ് ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. അപ്പോ ഈ ഒരു ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആരാണെന്നുള്ളത് പ്രത്യേകം പഠിച്ചു വെക്കുക കേട്ടോ. എന്താണ് ആ ഒരു ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ദ ജോബ് ഡിസ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് വരെയുള്ള ആ ഒരു സെന്റൻസുകൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക കേട്ടോ. കേൾക്കുന്നുണ്ടോ പറയുന്നേ? ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ആൻ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി തുടങ്ങിയിട്ട് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് വരെയുള്ള ആ ഒരു പാരാഗ്രാഫിലെ സെന്റൻസുകൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ് അല്ലെ, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നു. പിന്നെ കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ ചെയ്യുന്നു. ആൻസറിംഗ് ഫോൺ കോൾസ് അല്ലെ, ഫോൺ കോളുകൾക്കൊക്കെ ആൻസർ ചെയ്യുന്നു. മാനേജിംഗ് പേഷ്യന്റ് ഇൻഫോർമേഷൻ, പ്രോസസിംഗ് മെഡിക്കൽ റെക്കോർഡ്സ്, ഹാൻഡ്ലിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്, പ്രൊവൈഡിംഗ് കസ്റ്റമർ കെയർ സർവീസസ്.
ഇത്രയും കാര്യങ്ങളാണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇനി മെഡിക്കൽ സെക്രട്ടറിയുടെ ജോബ് സമ്മറി ആര് പറയുന്ന? സ്മിത ഒന്ന് പറഞ്ഞേ, മെഡിക്കൽ സെക്രട്ടറിയെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞേ, എന്താ? മെഡിക്കൽ സെക്രട്ടറി മെഡിക്കൽ ടെർമിനോളജി, ആശുപത്രി, ക്ലിനിക്കൽ, ലബോറട്ടറി തുടങ്ങിയ കുറിച്ച് പ്രത്യേക കഴിവുകൾ ഉപയോഗിച്ച് അതിന്റെ ചുമതല നിർവഹിക്കുന്ന ആളാണ് മെഡിക്കൽ സെക്രട്ടറി. ഒന്നാമതായിട്ട് ഫിസിഷ്യന്മാരെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നു. അപ്പോയിന്റ്മെന്റ് എടുത്ത രോഗികള്, വിസിറ്റേഴ്സ്, ഡോക്ടറെ കാണിക്കുന്നതൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നത് മെഡിക്കൽ സെക്രട്ടറിയാണ്. പിന്നെ ദൈനംദിന ജോലികളിൽ ഡോക്ടർമാരെ സഹായിക്കുന്നുണ്ട്. പിന്നെ കളക്ട് പേഷ്യന്റ് ഇൻഫോർമേഷൻ കീപ്പ് ചെയ്യുന്നു, റെക്കോർഡ് കീപ്പ് ചെയ്യുന്നു. പിന്നെ കലണ്ടറുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇതിലൂടെ ഡോക്ടർമാരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നു, മെഡിക്കൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നു, സമ്മറികൾ തയ്യാറാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊസീജിയറും ചെയ്യുന്നത് മെഡിക്കൽ സെക്രട്ടറിയാണ്. പിന്നെ മുൻകാലങ്ങളിൽ പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെടുത്ത മെഡിക്കൽ ഹിസ്റ്ററി ഡോക്ടർക്ക് റെഫർ ചെയ്യുന്നത് മെഡിക്കൽ സെക്രട്ടറിയാണ്. പിന്നെ ഡാറ്റാബേസ് ആയിട്ടുള്ള വിവരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക, പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻ എല്ലാം സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെക്കുന്നത് അത് മെഡിക്കൽ സെക്രട്ടറിയാണ്. പിന്നെ പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റും വിവരങ്ങൾ എല്ലാം രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നു. ഓഫീസ് സംബന്ധമായിട്ടുള്ള സാധനങ്ങൾക്ക് എന്തെങ്കിലും സപ്ലൈ കുറവുണ്ടെങ്കിൽ, എക്യുപ്മെന്റോ അല്ലെങ്കിൽ റിസോഴ്സിലോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കുക, സ്റ്റോക്ക് നോക്കിയിട്ട് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുകയൊക്കെ ചെയ്യുന്നത് മെഡിക്കൽ സെക്രട്ടറിയാണ്. പിന്നെ ഹോസ്പിറ്റലിന്റെ പോളിസി അനുസരിച്ച് ഹോസ്പിറ്റലിന്റെ ഉപകരണം എന്തെങ്കിലും പ്രവർത്തിക്കാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കേടുപാടൊക്കെ തീർത്ത് മെയിൻ്റെനൻസ് ചെയ്യുന്ന ജോലി മെഡിക്കൽ സെക്രട്ടറിയാണ്. പിന്നെ നല്ല രീതിയിലുള്ള നിലവാരം, ക്വാളിറ്റി റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും നല്ല രീതിയിൽ സേവനം പേഷ്യന്റിന് കൊടുക്കുന്നതിനും മെഡിക്കൽ അവര് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മെഡിക്കൽ സെക്രട്ടറിമാര്. പിന്നെ ആരോഗ്യ പരിപാലനവും സമൂഹത്തെ സേവിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നെ വിദ്യാഭ്യാസപരമായ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുത്ത് എഡ്യൂക്കേഷണൽ രീതിയിലുള്ള നോളജ് ലഭിക്കുന്നു. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിന് ഈ മീറ്റിങ്ങുകൾ സഹായിക്കുന്നു. അതിൽ മെഡിക്കൽ സെക്രട്ടറിയുടെ പങ്ക് പ്രധാനമാണ്. പിന്നെ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നു. പിന്നെ ലൈബ്രറികളിലെ ബുക്കുകൾ റീഡിങ് കളക്ട് ചെയ്യുക, അങ്ങനെ കത്തിടപാടുകൾ എല്ലാം സൂക്ഷിക്കുന്നത് മെഡിക്കൽ സെക്രട്ടറിയാണ്. അപ്പോ ഈ മെഡിക്കൽ സെക്രട്ടറിയുടെ ഒരു ജോബ് സമ്മറി, എന്താണ് അദ്ദേഹത്തിന്റെ ജോലി, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ കാര്യം പോലെ തന്നെ എന്താണ് മെഡിക്കൽ സെക്രട്ടറിയുടെ എന്താണ് അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന്, എന്താണ് ജോബ് സമ്മറി എന്ന് മനസ്സിലാക്കി വെക്കുക. അതൊന്ന് പോയിന്റ് ചെയ്ത് വെക്കുക കേട്ടോ. ദ മെഡിക്കൽ സെക്രട്ടറി വിൽ എക്സിക്യൂട്ട് സെക്രട്ടേറിയൽ ഡ്യൂട്ടീസ് യൂസിംഗ് സ്പെസിഫിക് നോളജ് of medical terminology and hospital, clinic, laboratory procedures, duties. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് പഠിച്ചു വയ്ക്കാം. നോട്ട് ചെയ്യുന്നില്ലേ? നെക്സ്റ്റ് ജോബ് സമ്മറി ആൻഡ് OPD, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് കേട്ടോ. ആര് പറയും? സഫി ഒന്ന് പറഞ്ഞേ. OPD എക്സിക്യൂട്ടീവ് അതെ. OPD എക്സിക്യൂട്ടീവ് ഒരു പിന്നെ അത് ഹോസ്പിറ്റലിന്റെ ഓവറോൾ സൂപ്പർവൈസിങ്ങും ഓപ്പറേഷൻ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്നു. അവരുടെ റെസ്പോൺസിബിലിറ്റീസ് പിന്നെ OPD സ്റ്റാഫിനെ മാനേജ് ചെയ്യുക, പിന്നെ എക്സാക്ട് പേഷ്യന്റ് റെക്കോർഡ് മാനേജ് ചെയ്യുക, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുക, പിന്നെ അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് പേഷ്യന്റിന്റെ പിന്നെ കെയർ ഉറപ്പ് വരുത്തുക,
പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അവിടെ സംതൃപ്തി ഉറപ്പുവരുത്തുക, പിന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റ് മാനേജ് ചെയ്യുക, പിന്നെ പോളിസീസും പ്രൊസീജിയേഴ്സും എല്ലാം ഡെവലപ്പ് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക, സ്മൂത്ത് ഫങ്ഷനിങ് OPD ഏരിയയിലെ സ്മൂത്ത് ഫങ്ഷനിങ് എൻഷുർ ചെയ്യുക, പിന്നെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുക, പിന്നെ ഡിഫറെന്റ് ഒരുപാട് ഡോക്ടർമാരുണ്ടാവുമല്ലോ, അപ്പൊ അവരുടെ ഡിഫറെന്റ് കൺസൾട്ടന്റ്സിന്റെ പിന്നെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുക, പിന്നെ അതുപോലെ ഡോക്ടേഴ്സിന്റെ വർക്കിംഗ് കണ്ടീഷൻ, അവര് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, എങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു രീതി എന്നെല്ലാം പിന്നെ ചെക്ക് ചെയ്യുക, പിന്നെ ഫീഡ്ബാക്ക് ഫോമുകളൊക്കെ സ്ക്രൂട്ടിനൈസ് ചെയ്യുക, ഗ്യാദർ ചെയ്തിട്ട് സ്ക്രൂട്ടിനൈസ് ചെയ്യുക, പിന്നെ കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് ഡീല് ചെയ്യുക, അതുപോലെ തന്നെ അത് മാനേജേഴ്സിന് റിപ്പോർട്ട് ചെയ്യുക, പിന്നെ പേഷ്യൻസ് വരുമ്പോ അവരെ ഗ്രീറ്റ് ചെയ്യുക, വിസിറ്റേഴ്സിനെയും പേഷ്യൻസിനെയും ഒക്കെ ഗ്രീറ്റ് ചെയ്യുക, പിന്നെ അതുപോലെ അവരെ വേണ്ട പിന്നെ ഡോക്ടർമാരുടെ അടുത്തേക്കോ ഏത് സ്റ്റാഫിന്റെ അടുത്തേക്കാന്ന് വെച്ചാൽ അവരെ അങ്ങോട്ട് നയിക്കുക, ഡയറക്റ്റ് ചെയ്യുക, പിന്നെ പുതിയ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക, പിന്നെ മീറ്റിംഗിലും ട്രെയിനിങ് കോഴ്സസിലും ഒക്കെ പങ്കെടുത്തിട്ട് പിന്നെ ഹെൽത്ത് സേഫ്റ്റി പ്രൊസീജിയേഴ്സിന്റെ ഒക്കെ അതിലൊക്കെ ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുത്ത് ഈ ഹെൽത്ത് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് പിന്നെ പാലിക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം നോക്കുക. പിന്നെ അതുപോലെ അതിന് കൂടാതെ OPD പിന്നെ എക്സിക്യൂട്ടീവ് അക്കൗണ്ടബിൾ ഫോർ എവറിത്തിങ് ഇൻ ദ OPD ഏരിയയിൽ ഉള്ള എല്ലാ സാധനങ്ങളും കറക്റ്റ് പ്ലേസിലൊക്കെ തന്നെയാണോ ഇരിക്കുന്നത്, എല്ലാം വളരെ അപ് ടു ഡേറ്റ് ആണോ, കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടോ, അതുപോലെ മുമ്പ് പ്രീവിയസ് ഷിഫ്റ്റിലുള്ള പോയവരെ എന്തെങ്കിലുമൊക്കെ അവിടെ വെച്ച് മറന്നു വെച്ച് പോയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് സ്ഥലത്ത് വെക്കുക, ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ പേഷ്യൻസിനെ പിന്നെ അവരുടെ ഇത് പിന്നെ എന്താ പറയാ പേയ്മെന്റ് കൗണ്ടറിലേക്ക് നയിക്കുക, അത് കേസ് പേപ്പറും സ്മൂത്ത് ഫങ്ഷനിങ് ഒക്കെ ഉറപ്പുവരുത്തിയിട്ട് പിന്നെ അവരെ അവരുടെ പേയ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുക. പിന്നെ അതുപോലെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് വളരെ സ്മൂത്ത് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും പിന്നെ ഹൈ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ടൊക്കെയാണോ നടക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. അതിനുവേണ്ടി മാനേജ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെയാണ് പിന്നെ OPD എക്സിക്യൂട്ടീവിന്റെ ജോലി. ഓക്കെ, അപ്പൊ ഈ ഒരു OPD എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് പഠിച്ചു വെക്കണം കേട്ടോ, ആ പോയിന്റ്സ് ഒക്കെ നോക്കി വെക്കേണ്ടതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ പേഷ്യന്റ് കൗൺസിലർ കേട്ടോ. പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുന്നത് ആര് വായിക്കും? ശരണ്യ. പേഷ്യന്റ് കൗൺസിലറിന് പേഷ്യന്റ് അഡ്വക്കേറ്റ് ഓർ പേഷ്യന്റ് ലൈസൺ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്നീ പേരുകൾ അറിയപ്പെടുന്നുണ്ട്. ഇവര് ഫാമിലീസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു, ഇമോഷണൽ സപ്പോർട്ട് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, പേഷ്യന്റിന് വേണ്ടി വാദിക്കുന്ന ഒരാളായിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പിന്നെ ഫസ്റ്റ് പോയിന്റ് പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്, അതായത് ഇമോഷണലായിട്ട് ഫാമിലീസിന് വേണ്ടിയുള്ള സപ്പോർട്ട് കൊടുക്കുന്നു, അവർക്ക് വേണ്ട പ്രശ്നങ്ങള് കേട്ട് അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഫാമിലീസിനെ അവരെ ഇത് കേൾക്കുക, ഹെൽപ്പ് ചെയ്യുക, ഡയഗ്നോസിസിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക. രണ്ടാമത്തത് എഡ്യൂക്കേറ്റിംഗ് പേഷ്യന്റ് ആൻഡ് ഫാമിലീസ്, അവരെ ബോധവൽക്കരിക്കണം, അവരുടെ രോഗങ്ങൾ എന്താണെന്നും പറഞ്ഞു കൊടുത്ത് ഏത് രീതിയിൽ പോകണം, ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അല്ല വേറെയുള്ള സ്ഥലത്ത് പോകണമെങ്കിൽ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻസ് അവർക്ക് കൊടുക്കണം. അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യന്റ്, അവരെ ഡയറക്റ്റ് കെയറിന് ആയിട്ട് നയിക്കണം, അഡ്വക്കേറ്റ് ആയിട്ട് പേഷ്യന്റിനും ഫാമിലീസിനായിട്ട് പ്രവർത്തിക്കണം. പിന്നെ പ്രൊവൈഡിങ് റിസോഴ്സസ്, അവർക്ക് വേണ്ടുന്ന എല്ലാം എത്തിച്ചു കൊടുക്കണം, പേഷ്യന്റിനും ഫാമിലീസിനും വേണ്ടുന്ന സാധനങ്ങൾ, ഫിനാൻഷ്യൽ പരമായിട്ടാണെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യണം, മറ്റുള്ളതാണെങ്കിൽ പിന്നെ ഈ ചാരിറ്റി അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ചിലപ്പോ, അങ്ങനത്തെ കേസൊക്കെ ഉണ്ട്, അതെല്ലാം ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. കോർഡിനേറ്റിംഗ് കെയർ, അവർക്ക് പരിചരണം, പ്രവർത്തനം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എന്തെല്ലാം ചെയ്യണം, അത് സർവീസ് ട്രീറ്റ്മെന്റ് ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ് ആണ്,
രോഗികളുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തുന്നതാണ് ഡെവലപ്പ് പ്ലാൻസ്. അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് എടുക്കണം. കുറവുള്ളത് നോക്കിയിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ. പിന്നെ മോണിറ്ററിംഗ് പ്രോഗ്രാംസ്, പുരോഗതി എല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. ആവശ്യങ്ങൾ വിലയിരുത്തിയിട്ട് പേഷ്യന്റിന് ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ട് ചേഞ്ചസ് വേണമെങ്കിൽ വരുത്തി മാറ്റം വരുത്തുന്നുണ്ട്. ബെറ്റർ ആണെന്ന് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അത്ര. ഓക്കെ. അപ്പോ ഈ പേഷ്യന്റ് കൗൺസിലർ എന്ന് പറഞ്ഞ ആരാണ്? അത് എന്താ പറയാ, പേഷ്യന്റ് കൗൺസിലർ ഓൾസോ നോൺ ആസ് എ പേഷ്യന്റ് അഡ്വക്കേറ്റ് ഓർ പേഷ്യന്റ് ലിയേസൺ എന്നറിയപ്പെടും അല്ലെ. ഇസ് എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഹു വർക്ക്സ് കീൻലി വിത്ത് പേഷ്യൻസ് ആൻഡ് ദെയർ ഫാമിലീസ് ടു എക്സ്റ്റെൻഡ് ഇമോഷണൽ സപ്പോർട്ട്. അപ്പൊ എന്താണ് ഈ ഒരു, അതായത് പേഷ്യന്റുമായിട്ടും ഫാമിലിയുമായിട്ടൊക്കെ എന്താണ് ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്ന ആളാണ് എന്താ ഈ ഒരു പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുന്നത് കേട്ടോ. അത് ഇപ്പോ ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് മാത്രമല്ല, എന്താണ് എഡ്യൂക്കേഷൻ, അഡ്വക്കേസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഒരു എന്താ പറയാ വളരെ ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് പേഷ്യന്റ് കൗൺസിലർ. അപ്പോ പേഷ്യന്റ് കൗൺസിലറെ കുറിച്ചിട്ട് അയാളുടെ ആ ഒരു ജോബ് സമ്മറിയെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ. ഞാനിപ്പോ എക്സിക്യൂട്ടീവിന്റെ കാര്യം പറഞ്ഞത് അദ്ദേഹത്തിന്റെ എല്ലാ ചുമതലകളും പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇത് ഞാൻ പറയുന്നത് പേഷ്യന്റ് കൗൺസിലർ ആരാണ്, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ. ഇനി ഇതൊക്കെ എന്താണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് എന്താണ് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്ന ആളാണ്. പിന്നെ എന്താണ് എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസിനെയും പേഷ്യൻസിനെയും എഡ്യൂക്കേറ്റ് ചെയ്യുന്നു. പിന്നെ എന്താണ് അഡ്വക്കേറ്റ് ഫോർ പേഷ്യൻസ് അല്ലെ, പേഷ്യൻസിന് വേണ്ടിയിട്ട് വാദിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കേട്ടോ, അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ്. പിന്നെ പ്രൊവൈഡിങ് റിസോഴ്സസ്, ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ എത്തിച്ചു കൊടുക്കുന്നു. പിന്നെ കോർഡിനേറ്റിംഗ് കെയർ അല്ലെ, പരിചരണം ഏകോപിപ്പിക്കുന്നു. ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ്, രോഗിയുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ എന്താണ് ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ മോണിറ്ററിംഗ് പ്രോഗ്രസ്, പുരോഗതി ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് വായിച്ചു വെക്കുക. അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. അത് വേറെ ഒന്നിലും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല കേട്ടോ. അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ് അത് ചെയ്തു കൊടുക്കുന്ന ആരാണ്, പ്രൊവൈഡ് ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ അത് പേഷ്യന്റ് കൗൺസിലർ ആണ്. അതൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യുക. എക്സിക്യൂട്ടീവിന്റെ എല്ലാ പോയിന്റും വേണമെന്നാ മിസ് പറഞ്ഞേ. അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു വെക്കുക കേട്ടോ. എക്സിക്യൂട്ടീവ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് കേട്ടോ, അദ്ദേഹത്തിന്റെ അത് ആവശ്യമായിട്ട് വരും. ഇതില് ഈ എക്സിക്യൂട്ടീവിന്റെ ജോലീസ് കുറെ OPD സെക്രട്ടറിക്കും വരുന്നുണ്ട് അല്ലെ. ഷെഡ്യൂളിംഗ്, അപ്പോയിന്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് മൊത്തം പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവിന്റെ മാത്രം ഡീറ്റെയിൽസ് പഠിച്ചാൽ മതി കേട്ടോ. ഡീറ്റെയിൽസ് പഠിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മാത്രം പഠിച്ചാൽ മതി. മറ്റവരുടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഔട്ട് പേഷ്യന്റ് എക്സിക്യൂട്ടീവിന്റെ പഠിക്കേണ്ടത്, എക്സിക്യൂട്ടീവിന്റെ പഠിക്കട്ടെ. എക്സിക്യൂട്ടീവിന്റെ പഠിച്ചു വന്നു കേട്ടോ. സെക്രട്ടറിന്റെ വേണം. സെക്രട്ടറി വേണ്ട. സെക്രട്ടറിയോ മിസ്സേ? മെഡിക്കൽ സെക്രട്ടറിയുടെ ആ ഒരു ജോബ് സമ്മറി മാത്രം കേട്ടോ. പിന്നെ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, എന്താണ് പ്രത്യേകത എന്നിട്ടോ. മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെയാണ്, എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവില്ലേ. ഇപ്പോ മെഡിക്കൽ സെക്രട്ടറിക്ക് ആണെങ്കിലും എന്താണ് എന്തെങ്കിലും ഒരു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാർന്ന എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവില്ലേ, അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. അല്ലാണ്ട് വേറെ ഒന്നും വേണ്ട കേട്ടോ. പിന്നെ പേഷ്യന്റ് കൗൺസിലറുടെ ഈ പോയിന്റുകളും കാര്യങ്ങളും, അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. പിന്നെ ബാക്കി കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പേഷ്യന്റ് കൗൺസിലർ എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ ഇനി അടുത്തത് ബേസിക് സ്കിൽസ് റിക്വയർഡ് ഫോർ നോൺ ക്ലിനിക്കൽ ജോബ്സ്. അതാരാ പറയാ, ആര് പറയും? അഖില, അഞ്ജിത പറയാമോ? മേഘ അഞ്ജിത പറയോ? അഞ്ജിത പറഞ്ഞോ. ബേസിക് സ്കിൽസ് റിക്വയർഡ് ഫോർ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് ആദ്യത്തെ. രോഗികളും സന്ദർശകരുമായും മറ്റ് സ്റ്റാഫ് അംഗങ്ങളുമായും ഫലപ്രദമായിട്ടുള്ള ഇടപഴകുന്നതിനുള്ള
നോൺ സ്റ്റാഫുകൾക്ക് ശക്തമായ ആശയവിനിമയ കഴിവുകൾ ആവശ്യമാണ്. ഉം. പിന്നെ വാക്കാലും രേഖാമൂലവും വ്യക്തവുമായും സഹാനുഭൂതിയോടും കൂടി ആശയവിനിമയം നടത്താൻ അവർക്ക് കഴിയണം. ഓക്കെ. സെക്കൻഡ് പോയിന്റ് കസ്റ്റമർ സർവീസ് സ്കിൽസ്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് പലപ്പോഴും രോഗികൾക്കും സന്ദർശകർക്കും ബന്ധപ്പെടാനുള്ള ഫസ്റ്റ് പോയിന്റായി പ്രവർത്തിക്കുന്നു. ഇവര് മികച്ച കസ്റ്റമർ സർവീസ് സ്കിൽസ് നിലനിർത്തുന്നു. രോഗിയുടെ വിഷമകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അവരെ ശാന്തരാക്കുകയും അവരെ ഓവർകം ചെയ്യിക്കാനും ശ്രമിക്കുന്നു. അന്വേഷണങ്ങളും പരാതികളും കൈകാര്യം ചെയ്യുക. അനുകൂലവും സ്വാഗതാർത്ഥവുമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുക. ഓക്കെ. പിന്നുള്ളത് ഓർഗനൈസേഷണൽ സ്കിൽസ് ആണ്. ഒരുപാട് ജോലികളും ഉത്തരവാദിത്തങ്ങളും ഉള്ള മേഖലയാണ് ആശുപത്രികൾ. നോൺ ക്ലിനിക്കൽ ജീവനക്കാർക്ക് അവരുടെ ജോലിഭാരം നിയന്ത്രിക്കാനും ചുമതലകൾക്ക് മുൻഗണന നൽകാനും സമയപരിധി പാലിക്കാനും ശക്തമായ സംഘടനാ കഴിവുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ. ടെക്നോളജി സ്കിൽസ്. കമ്പ്യൂട്ടർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആളായിരിക്കണം നോൺ ക്ലിനിക്കൽ സ്റ്റാഫ്. വിവിധ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകൾ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റങ്ങൾ, മറ്റ് ഹെൽത്ത് കെയർ ടെക്നോളജി എന്നിവ ഉപയോഗിക്കുന്നതിലുള്ള കഴിവ് നോൺ ക്ലിനിക്കൽ ജീവനക്കാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഒരു ആശുപത്രിയെ സംബന്ധിച്ച് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവന്നാൽ അത് പഠിക്കാൻ തയ്യാറായിട്ടുള്ളവരായിരിക്കണം നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ. പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്. നോൺ ക്ലിനിക്കൽ ജീവനക്കാർക്ക് അവരുടെ ചുമതലകൾ നിർവഹിക്കുമ്പോൾ വിവിധ വെല്ലുവിളികളും പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം. സുഗമമായ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിനും പ്രശ്നങ്ങൾ ഉടനടി പരിഹരിക്കുന്നതിനും വിമർശാത്മകമായി ചിന്തിക്കാനും സാഹചര്യങ്ങൾ വിലയിരുത്താനും മതിയായ പരിഹാരങ്ങൾ കണ്ടെത്താനും ഇവരുടെ കഴിവ് വിലപ്പെട്ടതാണ്. കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് പലപ്പോഴും രോഗിയുടെ രഹസ്യ വിവരങ്ങളിലേക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ട്. രോഗിയുടെ സ്വകാര്യ രഹസ്യ സ്വഭാവമുള്ള ഡാറ്റകൾ ഇവർ സംരക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ടി ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. വിവിധ വകുപ്പുകളുടെയും സ്റ്റാഫ് അംഗങ്ങളുടെയും സഹകരണം ആവശ്യമുള്ള ഇന്റർ ഡിസിപ്ലിനറി ക്രമീകരണങ്ങളാണ് ആശുപത്രികൾ. നോൺ ക്ലിനിക്കൽ ജീവനക്കാർക്ക് ഒരു ടീമിന് തുല്യമായി ഫലപ്രദമായി പ്രവർത്തിക്കാനും സഹപ്രവർത്തകരുമായി ആശയവിനിമയം നടത്താനും ഏകോപിപ്പിക്കാനും നല്ല തൊഴിൽ അന്തരീക്ഷം സംഭാവന ചെയ്യാനും കഴിയണം. അഡാപ്റ്റബിലിറ്റി. ആശുപത്രികൾ തുടർച്ചയായി വികസിച്ചു കൊണ്ടിരിക്കുന്നു. നടപടിക്രമങ്ങൾ, നയങ്ങൾ, സാങ്കേതിക വിദ്യ എന്നിവയിലെ മാറ്റങ്ങൾ അനുസൃതമായി നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ അവരുടേതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തണം. അവരുടെ റോളുകളിൽ അപ്ഡേറ്റ് ആയിട്ട് തുടരാൻ പുതിയ കഴിവുകളും സമീപനങ്ങളും പഠിക്കാൻ അവർ തയ്യാറായിരിക്കണം. എംപതി ആൻഡ് കമ്പാഷൻ. നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് നേരിട്ട് വൈദ്യസഹായം കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിലും അവർ പലപ്പോഴും ബുദ്ധിമുട്ടുള്ളതോ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളോ അഭിമുഖീകരിക്കുന്നതോ ആയ രോഗികളും ആയി ഇടപഴകുന്നു. രോഗികളുടെ ആവശ്യങ്ങളോടും വികാരങ്ങളോടും നല്ല രീതിയിൽ ഉൾക്കൊണ്ട് അവർക്ക് ആവശ്യമായ നല്ല അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. കൾച്ചറൽ കോമ്പീറ്റൻസ്. വിവിധ സാംസ്കാരിക പശ്ചാത്തലങ്ങളുള്ള വൈവിധ്യമാർന്ന രോഗികളെ ആശുപത്രികളിൽ സേവിക്കുന്നു. നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ സാംസ്കാരിക കഴിവുകളും വിവിധ സാംസ്കാരിക ആചാരങ്ങളും വിശ്വാസങ്ങളും മൂല്യങ്ങളും മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും വേണം. ആരോഗ്യ സംരക്ഷണ സൗകര്യത്തിന്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് സംഭാവന നൽകാനും രോഗികൾക്കും ക്ലിനിക്കൽ സ്റ്റാഫിനും മികച്ച പിന്തുണ നൽകാനും ആശുപത്രികളിലെ നോൺ ക്ലിനിക്കൽ ജീവനക്കാർക്ക് ഉണ്ടായിരിക്കേണ്ട ചില കഴിവുകൾ മാത്രമാണിത്. ഓക്കെ, അപ്പൊ അഞ്ജിത വെരി ഗുഡ് കേട്ടോ. അപ്പൊ അഞ്ജിത കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇതിനകത്ത് നോൺ ക്ലിനിക്കൽ ജോബ്സിന്റെ ആ ഒരു എന്തൊക്കെയാണ് സ്കില്ലുകൾ
ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാരണം നിങ്ങൾക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളതാണ്. ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ ആ ഒരു വിഭാഗത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയാലും കസ്റ്റമർ സർവീസ് സ്കിൽസ് ആയാലും ഓർഗനൈസേഷൻ സ്കിൽസ് ആയാലും ടെക്നോളജി സ്കിൽസ് ആയാലും എല്ലാം തന്നെ. ഇതിനകത്ത് കുറെ സ്കില്ലുകൾ പറയുന്നുണ്ട്. പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്, ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ, അഡാപ്റ്റബിലിറ്റി, എംപതി ആൻഡ് കമ്പാഷൻ, കൾച്ചറൽ കോമ്പറ്റൻസ്. ഇത്രയും കാര്യങ്ങൾ ഈ 10 പോയിന്റ്സ് എന്ത് ചെയ്തിരിക്കണം, മനസ്സിലാക്കി വെച്ചിരിക്കണം. പിന്നെ ആ പോയിന്റ്സ് മാത്രമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, കസ്റ്റമർ സർവീസ് സ്കിൽസ്, ഓർഗനൈസേഷൻ സ്കിൽസ്, ടെക്നോളജി സ്കിൽസ്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, കോൺഫിഡൻഷ്യാലിറ്റി, ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ, അഡാപ്റ്റബിലിറ്റി, എംപതി ആൻഡ് കമ്പാഷൻ, കൾച്ചറൽ കോമ്പറ്റൻസ്. 10 പോയിന്റ്സ് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇതിനകത്ത് എല്ലാവർക്കും ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ മനസ്സിലായല്ലേ? ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇമ്പോർട്ടന്റ് ടീച്ചർ സ്കില്ല് ഇപ്പൊ പറഞ്ഞത് എന്താ? സ്കില്ല് ഇമ്പോർട്ടന്റ് ആണോ? ആ, സ്കിൽ ഇമ്പോർട്ടന്റ് ആണ്. സ്കില്ല് പോയിന്റ്സ് ആണ് ഇമ്പോർട്ടന്റ്. മറ്റു കാര്യങ്ങൾ നിങ്ങൾ അതായത് എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഇപ്പൊ ഒരുവിധം നിങ്ങൾ പഠിച്ചൊക്കെ കഴിഞ്ഞതല്ലേ, എന്തായാലും അറിയാൻ എന്തായാലും പറ്റും. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, കസ്റ്റമർ സർവീസ്, ഇതൊക്കെ എന്താണ് എല്ലാത്തിനും. അതായത് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഓഫീസർ ആയാലും ആരെ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിലും സ്കില്ലുകളൊക്കെ എന്താണ്, പ്രധാനപ്പെട്ടതാണ്. പിന്നെ വേറെ ഒരു ഇത് പറയുന്നുണ്ട്, പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് കേട്ടോ, അത് പ്രധാനപ്പെട്ടതാണ്. പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് ഓക്കെ, അത് മാത്രമേ ഇതായിട്ട് പറയുന്നുള്ളൂ. വേറെ ഇതിന്ന് കുറച്ച് വ്യത്യാസം പെടുത്തി പറയാവുന്നതുള്ളൂ. ബാക്കിയൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയും കാര്യങ്ങളുള്ളൂ. നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് വായിച്ചാൽ മതി. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകളൊക്കെ പഠിച്ചു വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. എന്താ? നാബിന്റെ നോട്ട് കൊണ്ടുവന്നോ ടീച്ചറെ? നാബിന്റെ ഏതായിരുന്നു പറഞ്ഞിരുന്നേ? നോട്ട് തരാന്ന് പറഞ്ഞായിരുന്നു. ഏത് ഭാഗത്ത് ഇതൊക്കെയാണോ കിട്ടാത്തെ? അല്ല, ഈ പ്രധാനപ്പെട്ടതൊക്കെ ടീച്ചറെ പറഞ്ഞു തരാന്ന് പറഞ്ഞില്ലായിരുന്നു നാബിന്റെ. നാബിന്റെയോ? ആ, അല്ല, നാബിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് അല്ലേ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, പറഞ്ഞുതരാം. റിജോ, റിജോ നാബും എടുത്തിട്ട് അതുപോലെ 52 ഇല്ലേ, നാബ് എന്നെ ഉപയോഗിച്ച് 46 ആണെന്ന് തോന്നുന്നു. എത്രയാ? 44. എത്രയാ ചാപ്റ്റർ? എത്രയാ? 44. അതും പിന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ്, അത് 52. രണ്ടും എടുത്തിട്ടോ ആദ്യം. 44 അത് എടുത്തിട്ട്. ഇതിനകത്ത് നോക്കിയേ, ചാപ്റ്റർ 44 ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് പറയുന്നത്. ഇതിനകത്ത് ക്വാളിറ്റി അഷുറൻസ് QA കേട്ടോ, അബ്രീവിയേഷൻസ് പഠിച്ചു വെക്കുക കേട്ടോ. QA, QI, TQM, പിന്നെ QC, അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. അത് മാത്രം മതി അതിനകത്ത്, വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട. ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് തന്നതൊന്നും പഠിച്ചു വെക്കണം എന്ന് നിർബന്ധമില്ല.
ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അബ്രിവിയേഷൻസ് ആണ് കേട്ടോ. ഇതിന്റെ ഷോർട്ട് ഫോം ഫുൾ ഫോം ഒക്കെ ചോദിക്കാം. QA, QI, TQM, QC കേട്ടോ. നോട്ട് ചെയ്യുന്നുണ്ടോ? ഉവ്വ. അതുപോലെ തന്നെ ഈ ISOയുടെ ഡെഫിനിഷൻ കേട്ടോ. ISO 9000 ഡിഫൈൻസ് ക്വാളിറ്റി കൺട്രോൾ ആസ് ആ ഒരു സംഭവം അണ്ടർലൈൻ ചെയ്യുക. പിന്നെ ഇത് കേട്ടോ, ക്വാളിറ്റി മാനേജർ, അത് ക്വാളിറ്റി അഷുറൻസ് സെൽ പ്രോഗ്രാം സെല്ലുമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാരാണ്, അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് കേട്ടോ. The quality manager in hospital must support the quality assurance program cell. Okay, അത്രയും മതി. ഈ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ കേട്ടോ, പഠിക്കണം എന്ന് നിർബന്ധമില്ല. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു അബ്രീവിയേഷൻ, അതായത് ഷോർട്ട് ഫോം ഫുൾ ഫോം വരുന്ന കാര്യങ്ങൾ പഠിച്ചിരിക്കാം. BMW എന്താണ്, AREB എന്താണ്, പിന്നെ OT അതെന്താണ്, പിന്നെ AMC എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാം കേട്ടോ. AMC എന്താ? AMC ആനുവൽ മെയിൻ്റെനൻസ് കോൺട്രാക്ട്. AREB ആണെങ്കിലോ AREB Atomic Regulatory Board. BMW Biomedical Waste. OT Operation Theatre. ഓക്കെ. ഇനി MIS കേട്ടോ. MIS എന്താ? അത് വേണം കേട്ടോ. MIS വേണം. Management Information സിസ്റ്റം അല്ലേ? MIS എന്താ? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലേ? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം MIS. ഇനി KPIO കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ക്വാളിറ്റി മാനേജർ വേണ്ട. ഇത് വരുന്നുണ്ട് അക്രഡിറ്റേഷൻ. ഇത് ജസ്റ്റ് നോക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. ഈ ഒരു പഠിക്കണോ ടീച്ചറെ? ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് സ്ട്രക്ചർ പഠിക്കണോ? ഇതാണോ പറഞ്ഞത്? ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ആണോ? അത് ഇല്ല, അത് ജസ്റ്റ് നോക്കി വെച്ചാ മതി, പഠിക്കേണ്ട ആവശ്യം അങ്ങനെ ഇല്ല, വേണ്ട. സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടാ, എങ്ങനെയാണ് വരുന്നതെന്ന്. മുകളിൽ ആരാണ് താഴെ ആരാണെന്നൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. പിന്നെ അക്രഡിറ്റേഷൻ നിർബന്ധമാണ്, മസ്റ്റ് ആയിട്ടും പഠിക്കണം. അക്രഡിറ്റേഷൻ പേഷ്യൻസിന് എന്തൊക്കെ ബെനിഫിറ്റ് ആണെന്ന് പഠിക്കണം, ഓർഗനൈസേഷൻ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണെന്ന് പഠിക്കണം, കൂടാതെ സ്റ്റാഫിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണെന്ന് പഠിച്ചിരിക്കണം കേട്ടോ. പിന്നെ HCOയുടെ ഫുൾ ഫോം എന്താ? HCO പോയിന്റ് കമ്മീഷൻ ഓർഗനൈസേഷൻ. ISQO നാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഹെൽത്ത് കെയർ. ഓക്കെ. പിന്നെ അക്രഡിറ്റേഷൻ പറഞ്ഞോ, പറയാനുണ്ടോ എന്തെങ്കിലും? ഇല്ല. അക്രഡിറ്റേഷൻ ബോഡീസ് NAB എന്താണ്? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. പിന്നെ NABL എന്താണെന്ന്, ഈ NABന്റെ ഒക്കെ ഇയർ കേട്ടോ, എന്നാണ് ഫോം ചെയ്തത്, ആ ഒരു ഇയർ പഠിച്ചു വെക്കുക കേട്ടോ. ഇയർ പഠിച്ചു വെക്കുക, ഹെഡ് ക്വാർട്ടേഴ്സ് നോക്കി വെക്കുക. പിന്നെ NABL എന്താണ്, അതിന്റെ ഫുൾ ഫോം എന്താണ്? NABL എന്താ? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ കാലിബ്രേഷൻ. ഓക്കെ. അതുകൂടാതെ ACHSI ഇതിന്റെയൊക്കെ ഫുൾ ഫോം നോക്കി വെച്ചാൽ മതി കേട്ടോ. NABL എന്താണെന്ന് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. NABL എന്താണെന്ന് നോക്കി വെക്കുക. NAB
ഫോം ചെയ്ത ഇയർ, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, എന്താണ് പ്രത്യേകത, നാബിന്റെ പ്രത്യേകത, സ്പെഷ്യാലിറ്റി എന്താണെന്ന് നോക്കി വെക്കാം. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നാബിന്റെ കുറച്ച്, അതായത് ഞാൻ നോട്ട്സ് തന്ന കാര്യങ്ങൾ കുറച്ച് എന്ത് ചെയ്യാ പഠിച്ചു വെക്കാം. പിന്നെ NABL എന്താണെന്ന് നോക്കി വെക്കുക. ACHSA എന്ന് പറയുമ്പോൾ ആ ഒരു ഈ സ്ലൈഡിലുള്ള ഫുൾ ഫോം മാത്രം പഠിച്ചാൽ മതി കേട്ടോ, വേറെ ഒന്നും നോക്കണ്ട. പിന്നെ JCA, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ, അത് ഈ സ്ലൈഡിലുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മാത്രം മതി കേട്ടോ. പിന്നെ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നാബ് സ്റ്റാൻഡേർഡ്സ് ആർ മോഡേണൈസ്ഡ് എവറി 4 years and now hospital puts into effect 5th edition standards കേട്ടോ. നാബ് സ്റ്റാൻഡേർഡ്സ് ഫോക്കസ് ഓൺ patient safety and quality of the delivery of services by the hospital in changing health care environment. ഓക്കെ, അതൊന്ന് നോക്കി വെക്കാം കേട്ടോ. 5th edition സ്റ്റാൻഡേർഡ് കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതും NAB mainly divides hospital into 2 main division, SHCO, HCO. SHCO യിൽ എന്താ പറയുന്നേ, ഇങ്ങനെ കൊടുത്തിരിക്കുന്ന നാബിന്റെ ഇത് പ്രകാരം 50 less than beds. 50 beds. ഇനി HCO ലാണെങ്കിലോ More than 50 beds. പിന്നെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, എത്ര സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ എത്ര ചാപ്റ്റേഴ്സ്, എത്ര ഒബ്ജക്റ്റീവ് എലമെന്റ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 10 ഒബ്ജക്റ്റീവ് എലമെന്റ് ആണെങ്കിലോ 650. ഓക്കെ. ഇനി എങ്ങനെയാണ് കോർ കാറ്റഗറിയിൽ എത്ര എണ്ണമാണ്? അതുപോലെ അല്ലേ? ആ, ഇനി കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിലാണെങ്കിലോ 459. ഓക്കെ. ഇനി അച്ചീവ്മെന്റ് കാറ്റഗറി ആണെങ്കിലോ 60. അപ്പൊ ആ നമ്പറുകൾ പഠിച്ചു വെക്കാം കേട്ടോ. 10, 100, 651, 102, 459, 60, പിന്നെ 30. ഈ ഒരു നമ്പേഴ്സ് എന്ത് ചെയ്യാം, ഏതാണ് നമ്പേഴ്സ്, അതെന്തുമായി ബന്ധപ്പെടുന്നു എന്ന് പഠിച്ചു വെക്കുക. അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഞാൻ ആദ്യമേ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ട്സ് ഞാൻ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ പെട്ടെന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഈ ആക്സസ് അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി കെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് തന്നിരിക്കുന്നത്. അപ്പൊ അത് ഞാൻ തന്ന നോട്ട്സ് ബൈ ഹാർട്ട് പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിനകത്തുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. പേഷ്യൻസ് മാത്രം പഠിച്ചാ പോരെ? ഈ സ്ലൈഡിലുള്ള കാര്യങ്ങൾ മാത്രം കേട്ടോ. ഞാൻ നോട്ട് തന്ന കാര്യങ്ങള്, ഇത് എന്തെങ്കിലും സംശയം വന്നാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇനി നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാം, ഭാവിയിൽ എന്ത് ചെയ്യുന്നു മറിച്ച് നോക്കുക. അത് എന്താണ് മിസ് എന്താണെന്ന് പറഞ്ഞത്, എന്തുമായി ബന്ധപ്പെട്ടാണ് ഈ കെയർ ഓഫ് പേഷ്യന്റ്, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്ന് ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾക്ക് സംശയം വരികയാണെങ്കിൽ ഒന്ന് മറിച്ച് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോ ഈ സ്ലൈഡിലുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി കേട്ടോ. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ എന്തൊക്കെയാണ് വരുന്നത്, അതിനകത്ത് AAC അബ്രീവിയേഷൻ ആയിട്ട് അതിന്റെ ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. COP, MOM, PRE, HAC. പിന്നെ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ഇതുപോലെ തന്നെ നോക്കി വെക്കുക. PSQ, ROM, FMS, HRM, IMS, ഇത്രയും കാര്യങ്ങൾ കേട്ടോ. പിന്നെന്താണ് കമ്മിറ്റീസ് നോക്കി വെക്കാം. ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി വരുന്നുണ്ട്, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി വരുന്നുണ്ട്, കോഡ് ബ്ലൂ കമ്മിറ്റി. ഇതിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ എന്തൊക്കെയാണെന്ന്? ഇല്ലേ? ഉണ്ട്. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. പിന്നെ ഇനിയുള്ള കാര്യങ്ങളാണ് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ഇപ്പൊ നിങ്ങൾക്ക് ഞാനിപ്പോ 2 പ്രാവശ്യം അത് വായിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, 2 or 3 പ്രാവശ്യം വായിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, എന്തിന്റെയൊക്കെ റേറ്റ് ആണ് അവര് നോക്കുന്നത്, എന്തൊക്കെ പെർസെന്റേജ് ആണ് അവര് കണക്കാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് എന്ത് ചെയ്യാ, വായിച്ചു പോവുക കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവും, ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പെർസെന്റേജ് അല്ലെങ്കിൽ എന്താണ് നാബിന്റെ പെർസെന്റേജ് അല്ലെങ്കിൽ ആ ഒരു മെഷർമെന്റ് നോക്കുന്ന ഒരു മെത്തേഡാണ് ഇതെന്ന് ഈ ഒരു ഇതിനകത്ത് നിന്ന് വരുന്നത്. ഇതിനകത്ത് അതായത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒന്ന് വായിച്ചു പോവാ കേട്ടോ.
പിന്നെ ഇതിനകത്ത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഫോർ KPD, കീ പെർഫോമൻസ് ഡ്രൈവർ കേട്ടോ. അപ്പൊ KPD എന്താണ്, അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ സെന്റിനൽ ഇവന്റ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ആവർത്തിക്കുന്ന ചോദ്യമാണ്. സെന്റിനൽ ഇവന്റ് എന്താണ്, അതിനുള്ള എക്സാമ്പിൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ നിങ്ങൾക്ക് അതിനുള്ള നോട്ട്സ് തന്നിട്ടുണ്ട്, അപ്പൊ അത് പഠിച്ചു വെക്കുക കേട്ടോ. അതിലത്രേ ഉള്ളൂ. പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ ICNS ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ എന്താണ് ആദ്യത്തെ നമ്മൾ പറഞ്ഞ 32 ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിന്റെ ഒരു ആവർത്തനമാണ് ഇതിൽ വരുന്നത്, ഇതിനകത്തും വരുന്നത്. അപ്പൊ അതൊന്ന് വായിച്ചു വെച്ചാൽ മാത്രം മതി കേട്ടോ. പിന്നെ ഈ റീഇൻറ്റുബേഷൻ എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. റീഇൻറ്റുബേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണെന്ന്, അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇതൊക്കെ ഒന്ന് എന്താ പറയാ വായിച്ചു നോക്കാം. അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ എങ്ങനെയാണ് ആ റേറ്റ് നോക്കുന്നത്, അനസ്തേഷ്യയുടെ പ്ലാൻ, അതുപോലെ തന്നെ അൺപ്ലാനഡ് അനസ്തേഷ്യയിൽ അൺപ്ലാനഡ് ആയിട്ടുള്ള വെന്റിലേഷൻ എത്ര ഉണ്ടാവാറുണ്ട്, പിന്നെ എത്രമാത്രം അനസ്തേഷ്യ ഈവൻസ് അൺഫേവറബിൾ ആയിട്ട് നടക്കുന്നുണ്ട്, എത്രമാത്രം മോർട്ടാലിറ്റി റേറ്റ് ഉണ്ടാവാറുണ്ട്, അതൊക്കെ എന്താണ് അനസ്തേഷ്യയുമായി ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി തന്നെ വെക്കുക. അതൊക്കെ ഒരുവിധം എന്താ പറയാ ഇമ്പോർട്ടന്റ് ആണെന്ന് തന്നെ പറയാം കേട്ടോ. മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ എന്നൊക്കെ പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ആണ്. പിന്നെ അൺഫേവറബിൾ അനസ്തേഷ്യ ഇവന്റ്സ് എന്നൊക്കെ പറയുന്നത് കറന്റ് ആയിട്ട്, അതായത് നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ പ്രസന്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള ഇതായിട്ടുള്ള ഇവന്റ്സുകളൊക്കെ, അതായത് നടക്കുന്നുണ്ട് ഇപ്പോൾ സൊസൈറ്റിയിൽ. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊക്കെ നോക്കി വയ്ക്കാം. അനസ്തേഷ്യ ഇവന്റ്സ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ നിങ്ങളോട് പഠിക്കാൻ പറയുന്നത് ഇത് മാത്രമാണ്. ഓപ്പറേഷൻ തിയേറ്ററിലെ കാര്യം ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇതൊക്കെ വായിച്ചാൽ മതി കേട്ടോ. പഠിക്കണം എന്ന് നിർബന്ധം. ലാബ്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സ്, പിന്നെ ഫാർമസിയിൽ നിങ്ങൾക്ക് അറിയാം എന്ത് ഫാർമസിയിൽ എന്തായിരിക്കും പ്രിസ്ക്രിപ്ഷൻ എററും ഡിസ്പെൻസിങ് എററും ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കാം. പിന്നെ ലാമ ഡാമ അങ്ങനെയുള്ള കേസുകളുടെ കാര്യങ്ങളും അതൊക്കെ അങ്ങനെയുള്ള പെർസെന്റേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പിന്നെ GRN എന്താണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഗുഡ് റിസീപ്റ്റ് നോട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് അതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. GRNന്റെ ഫുൾ ഫോം ഒക്കെ ഒന്ന് നോക്കി വെക്കുക. GRN എന്താണെന്നും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫ്രണ്ട് ഓഫീസ്, MRT ഇതൊക്കെ ജസ്റ്റ് വായിച്ചു പോയാൽ മതി. പിന്നെ ബെഡ് ഒക്യുപ്പൻസി റേറ്റ് അഥവാ BOR കേട്ടോ. അതൊന്ന് അതിന്റെ ഫുൾ ഫോം ഒന്ന് പഠിക്കാനായിട്ട് നോക്കുക. പിന്നെ ഈ എലിജിബിലിറ്റി ടു അപ്ലൈ ഫോർ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവേണ്ട എലിജിബിലിറ്റി എന്ന് നോക്കി വയ്ക്കാം. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ലേ ഏതൊക്കെയാ വരുന്നതെന്ന്? എല്ലാം പഠിക്കണം ടീച്ചർ. എല്ലാം പഠിക്കണം എന്ന് പറഞ്ഞാല് ഈ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പഠിക്കാനായിട്ട് പറയുന്നില്ല. ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക കേട്ടോ. ഈ മോളിലത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ക്വാളിറ്റി അഷുറൻസ്, ഈ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് അതൊന്നും വേണ്ട. അതിന്റെ അബ്രിവിയേഷൻസ് കാര്യങ്ങളും മാത്രം നോക്കിയാൽ മതി. പിന്നെ റെസ്പോൺസിബിലിറ്റി ഇതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അക്രഡിറ്റേഷൻ ഒക്കെ എന്തായാലും നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ADRന്റെ ഫുൾ എന്താണ് സാർ? ADRോ? അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. ഡ്രഗ് റിയാക്ഷൻ. അപ്പൊ ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു ഓപ്പറേഷൻ തിയേറ്ററിൽ ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടല്ലോ, ആ ഒരു സംഭവങ്ങള് അതൊന്ന് നോക്കി വെക്കുക. അത് മാത്രമേ അങ്ങനെ പഠിക്കാനായിട്ട് ഞാൻ പറയുന്നുള്ളൂ. വേറെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി കേട്ടോ. പിന്നെ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതാ? അക്രഡിറ്റേഷൻ നോക്കുക. ഓക്കെ, എല്ലാത്തിന്റെയും ഷോർട്ട് ഫോം ഫുൾ ഫോം നോക്കുക. അക്രഡിറ്റേഷൻ എന്താണെന്ന് നോക്കുക. അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ആ ഒരു സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഒരു 4 എണ്ണം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നാബിനെ കുറിച്ച് മാത്രം ഒന്ന് ഞാൻ തന്ന നോട്ട്സില് മാത്രം കാര്യങ്ങൾ നോക്കിയാൽ മതി. പിന്നെ ഈ ഒരു എന്താ പറയാ സ്റ്റാൻഡേർഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കുക.
പേഷ്യന്റ് സെന്റേഡ് സ്റ്റാൻഡേർഡിൽ വരുന്ന കാര്യം, ഓർഗനൈസേഷൻ സെന്റേഡ് സ്റ്റാൻഡേർഡിൽ, പിന്നെ ഇവിടെ എലമെന്റ്സുകൾ, ചാപ്റ്റേഴ്സ് എത്ര, അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. പിന്നെ ഇത് ജസ്റ്റ് വായിച്ചാൽ മാത്രം മതി, ഇതൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കേരളത്തില് അക്രഡിറ്റേഷൻ കിട്ടിയ കുറച്ച് ഹോസ്പിറ്റലിന്റെ തന്നിട്ടില്ലേ, അത് നോക്കി വെക്കണോ? വേറൊരു നോട്ടായിട്ട് മിസ് തന്നിട്ടില്ലേ? മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നെല്ലാം പറഞ്ഞിട്ട്. അത് കേരളത്തിലെ മാത്രം നോക്കി വെച്ചാൽ മതി. കേരളത്തിൽ എത്ര ഉണ്ടായിരുന്നു ഞാൻ തന്നത്? 6 അല്ലെ? അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ. ഓക്കെ, വേറെ ഒന്നും വേണ്ട, എത്ര മാത്രം മതി. ചോദിക്കൂലോ ടീച്ചറെ. ഏ ഈ ചാപ്റ്റർ മാത്രല്ലല്ലോ, വേറെ മറ്റേ ചാപ്റ്ററുകളും കൂടി ഉണ്ടാവൂല, അപ്പൊ പിന്നെ കുറച്ച് പഠിച്ചാൽ മതിയല്ലോ. എന്നാലും ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അക്രഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഒഴിവാക്കാനായിട്ട് സാധിക്കില്ലല്ലോ. ഉണ്ട് കുറെ ഇത് വരുന്നുണ്ട്. രമ്യ മിസ്സിന്റെ ഉണ്ട്. രമ്യ മിസ്സിന്റെ ഇത് തന്നെയാണോ വരുന്നേ? എലമെന്റ്സ് ഒക്കെ ഉണ്ട്. സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ അതൊക്കെ ഇപ്പൊ പറഞ്ഞു, ടീച്ചർ പറഞ്ഞോളൂ. പേഷ്യന്റിന്റെ ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡ് പറഞ്ഞോ, ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞോ? ഒഴിവാക്കാനായിട്ട് പറ്റില്ല, അതുകൊണ്ടാ പരമാവധി ഒഴിവാക്കി തന്നിട്ടുണ്ട്. ഇതൊക്കെ പഠിക്കണെങ്കിലോ, ഇപ്പൊ ഫാർമസി ഇതൊക്കെ അങ്ങനെ തന്നെ ഇരുന്ന് പഠിക്കുകയാണെങ്കിലോ അങ്ങനെയായിരിക്കും അവസ്ഥ. അതൊന്നും ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് ഓപ്പറേഷൻ തിയേറ്റർ മാത്രമായിട്ട് നോക്കുക, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, നാബിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പൊ ഇത് മാറ്റിക്കോട്ടെ. ഓക്കെ, ഇനി 52 കേട്ടോ, ബേസിക്സ് കമ്പ്യൂട്ടർ സയൻസ്. ബേസിക്സ് പ്രിന്റഡ് നോട്ടിലുള്ളത് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ? അതെ അതെ, ഇത് ഇതിനകത്ത് മാത്രം ഉള്ള കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ വേണമെങ്കിൽ 1-2 ചോദ്യങ്ങൾ ക്രൈംസിന്നോ അല്ലെങ്കിൽ എന്താ പറയാ സൈബർ ക്രൈമിന്നോ അല്ലെങ്കിൽ ലോയിന്നൊക്കെ ഉണ്ടാവാം. ഒരു ലെസണിന് എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവും? 10 ഉണ്ടാവോ? എന്താ ഒരു ലെസണിന് എത്ര ക്വസ്റ്റ്യൻ? 3-4 ക്വസ്റ്റ്യൻസ് അല്ലേ ഉണ്ടാവൂ? 3-4 ഉണ്ടാവുള്ളൂ, 10 ഒന്നും ഉണ്ടാവില്ല. ഞാൻ മാത്രമല്ലല്ലോ, വേറെ ടീച്ചേഴ്സും പഠിപ്പിക്കുന്നുണ്ടല്ലോ, അവർക്കും വേണമല്ലോ, ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പൊ കുറച്ചുണ്ടാവുള്ളൂ. അപ്പൊ ബേസിക്സ് ടീച്ചർ ഉണ്ടാവില്ലേ? ഏതാ ടീച്ചർ വരില്ലേ? വരുമായിരിക്കും, ചിലപ്പോ വരുമായിരിക്കും, അറിയില്ല. ടീച്ചർ വന്നോ? ഇല്ല, അറിയില്ല, കറക്റ്റ് അറിയില്ല എനിക്ക്. നമുക്ക് ചില ചാപ്റ്റർ ഒന്ന് ചോദിക്കണ്ടേനു. ഇമ്പോർട്ടന്റ് ചോദിക്കണായിരുന്നു. വന്നിട്ടില്ലല്ലോ അതുവരെ റിവിഷന്. എന്താ ജിഷ ടീച്ചർ ഇതുവരെ റിവിഷൻ വന്നിട്ടില്ലേ? ഞാന് ഒന്ന് പറഞ്ഞു നോക്കാം കേട്ടോ, ഇവിടെ ഇൻഫോം ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇൻഫോം ചെയ്യാം. ആദ്യമേ എടുത്ത് പോയോണ്ട് എല്ലാം മറന്നുപോയി. മറന്നുപോയല്ലേ? ഓക്കെ, പറയാം. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുവിധം എല്ലാ കാര്യങ്ങളും അറിയാം. ഇൻപുട്ട് ഡിവൈസസ് ഏതാണ്, ഔട്ട്പുട്ട് ഡിവൈസസ് ഏതാന്നൊക്കെ അറിയാം. ഏതൊക്കെയാ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞേ? കീബോർഡ്, മൗസ്, ബാർകോഡ്, ഔട്ട്പുട്ട് ഡിവൈസ് ഒക്കെ ആണെങ്കിലോ, ഔട്ട്പുട്ട് ഡിവൈസ് ഒക്കെ ഏതാ വരുന്നേ? മോണിറ്റർ, സ്പീക്കർ, വെബ് ക്യാമറ ഔട്ട്പുട്ട് അല്ലേ? എന്താ? വെബ് ക്യാമറ ഔട്ട്പുട്ടാ? ഞാൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക്? ഇൻപുട്ട് ഡിവൈസ് ആണല്ലേ? ഇൻപുട്ട് ഡിവൈസ് ആണ്, ഇൻപുട്ട്. ഓക്കെ, പിന്നെ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ എന്താ?
ഹാർഡ്വെയർ we can touch and see. ഹാർഡ്വെയറിനെ കുറിച്ച് Software ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്താണ്? പറഞ്ഞ ആരെങ്കിലും ഒരാള് പറ. സ്മിത പറഞ്ഞേ. ഹാർഡ്വെയർ കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ പാർട്ടാണ് ഹാർഡ്വെയർ. ഫിസിക്കൽ പാർട്ടാണ് അല്ലേ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഇൻസ്ട്രക്ഷൻ ആൻഡ് പ്രോഗ്രാം. ഏതൊക്കെയാണ് നമുക്ക് ടച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ലേ ഹാർഡ്വെയർ? കനോട്ട്. ഹാർഡ്വെയർ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ലേ? You can touch and see. മെമ്മറി, സ്റ്റോറേജ്, or output devices. ഓക്കെ. ഇനി സോഫ്റ്റ്വെയർ ആണെങ്കിലോ? സോഫ്റ്റ്വെയർ സെറ്റ് Cannot touch ഇൻസ്ട്രക്ഷൻസ്. application software ആയിരിക്കും. ഓക്കെ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒക്കെ അതിനകത്ത് വരുന്നതാണ് അല്ലേ? ഇനി സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിനെ കുറിച്ചിട്ട് ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. ശരണ്യ പറഞ്ഞ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്താ? അത് മിസ് കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആയിട്ടാണ് അറിയപ്പെടുന്നത് CPU-നെ. പിന്നെ ഇൻസ്ട്രക്ഷൻസും പെർഫോം കാൽക്കുലേറ്റ് അതെല്ലാം അതന്നെയല്ലേ മെയിൻ? അതെ തന്നെ. ഇൻസ്ട്രക്ഷൻസും കാൽക്കുലേഷൻസും ഒക്കെ എന്താണ് പെർഫോം ചെയ്യുന്നത് ഈ ഒരു CPU ആണെന്നാണ് പറയുന്നത് കേട്ടോ. ഇനി മെമ്മറി ആണെങ്കിലോ? മെമ്മറി ആരാ പറയണേ? മെമ്മറി സഫിയ പറഞ്ഞ. സഫിയ പോയോ? പിന്നെ മെമ്മറി ഇതിന്റെ എന്താ പറയാ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ്. CPU-നെ അതിൽ നിന്ന് എടുത്തിട്ട് പിന്നെ പ്രോഗ്രാം ചെയ്യാനൊക്കെ പറ്റുന്ന വിധത്തില് സ്റ്റോറേജ്. നമ്മുടെ ഡാറ്റയും അതുപോലെ ഇൻസ്ട്രക്ഷൻസും ഒക്കെ എന്താണ് സേവ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് മെമ്മറി അല്ലെ? നമ്മള് പലപ്പോഴും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ഇൻസ്ട്രക്ഷൻസിനെ സേവ് ചെയ്ത് വെക്കുന്നത് ആരാണ്? ഈ ഒരു മെമ്മറി യൂണിറ്റ് ആണ്. ഓക്കെ. ഇനി അടുത്തത് സ്റ്റോറേജ്. റോം മെമ്മറിയിലുള്ളതാണോ? എന്താ? റാൻഡം ആക്സസ് മെമ്മറിയും പിന്നെന്തോ ഒരു റീഡ് ഒൺലി മെമ്മറി, പിന്നെ കാഷെ മെമ്മറി. റാം എന്ന് പറഞ്ഞാല് റാമിനേക്കാളും കുറച്ചുകൂടി സ്പീഡാണ് എന്ത് കാഷെ മെമ്മറി കേട്ടോ. അല്ല, റോമും മെമ്മറിയിൽ പെട്ടതല്ലേ? അതെ അതെ. റോം റീഡ് ഓൺലി മെമ്മറി കേട്ടോ. അത് പെർമനന്റ് ആയിട്ടുള്ളതാണ്. പെർമനന്റ് ആണ്. എപ്പോഴും നമ്മൾ കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് എപ്പോഴും റാം ആണ്. പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് റാം ആണ് കേട്ടോ. പിന്നെ സ്റ്റോറേജ് എന്ന് പറഞ്ഞ ആരെങ്കിലും? സ്റ്റോറേജ് ഷിനു, സ്റ്റോറേജ് പറയാമോ? Store data and the programs for long term storage. പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസുകൾ പെടുന്ന ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ് ഒക്കെ കേട്ടോ. ഡാറ്റാസും പ്രോഗ്രാംസും ഒക്കെ എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് നമ്മൾ പറഞ്ഞതാണ്. അതാണ് മൗസ്, മോണിറ്റർ, പ്രിന്റർ, സ്കാനറുകളൊക്കെ എന്താണ് അതിനകത്ത് വരുന്നതാണ്. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾസ് കമ്പ്യൂട്ടർ റിസോഴ്സസ്, കൺട്രോൾസ് ഹാർഡ്വെയർ ഡിവൈസസ് ആൻഡ് പ്രൊവൈഡ്സ് യൂസർ ഇന്റർഫേസ് ഫോർ ഇന്റർനെറ്റിംഗ് വിത്ത് ദ കമ്പ്യൂട്ടർ. അതായത് നമ്മുടെ OS ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സോഫ്റ്റ്വെയർ, അതുപോലെ ഹാർഡ്വെയർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും വരുന്നത് OS ആണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു മാത്രം വെച്ചാൽ മതി. ഇനി മൈക്രോസോഫ്റ്റ് വേർഡ് ഞാൻ കൂടുതലായിട്ട് നിങ്ങൾ പറയുന്നില്ല. കാരണം എന്തുകൊണ്ടാ പറയാത്തെ? പ്രാക്ടിക്കൽ ക്ലാസ് കിട്ടൂതല്ലേ. ഓക്കെ, മനസ്സിലായോ? പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതിയാ. യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്, ഡോക്യുമെന്റ്സ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്, കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ്, റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ്, സ്പെൽ ചെക്ക് ആൻഡ് ഗ്രാമർ കറക്ഷൻ, പിന്നെ ഇൻസേർട്ടിംഗ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്റ്റ്, ടെംപ്ലേറ്റ്സ് ആൻഡ് തീംസ് കേട്ടോ. അത്രയും കാര്യങ്ങള് മാത്രം നോക്കിയാൽ മതി. പിന്നെ ഇത് എക്സലും അതുപോലെ വേർഡും പവർ പോയിന്റ് ഒക്കെ എന്താണ് ഒരു പോയിന്റ് മാത്രം നോക്കിയാൽ മതി. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് നിങ്ങൾ പ്രാക്ടിക്കൽ ആയിട്ട് കുറെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളതാണ്.
പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ആ പ്രാക്ടിക്കൽ ക്ലാസ് നിങ്ങൾക്ക് ഇവിടുന്ന് തരും. അപ്പൊ അത് നോക്കി ഒന്ന് എക്സ്ട്രാ വെച്ചാൽ നോട്ടില് മിസ് എക്സ്ട്രാ നോട്ട് എന്നതിൽ എന്തെങ്കിലും വരുന്നുണ്ടോ? എക്സ്ട്രാ നോട്ട് വരുന്നത് ഒരു മിനിറ്റ്. ഇല്ല, അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു മനസ്സിലാക്കിയാൽ മതി. എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു മനസ്സിലാക്കിയാൽ മാത്രം മതി കേട്ടോ. അല്ലാണ്ട് അത് എക്സാമിനേതായിട്ട് വരുമെന്ന് തോന്നുന്നില്ല. കാരണം കൂടുതലും അത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിക്കേണ്ട ഒന്നായതുകൊണ്ട് ഇല്ല, സാധ്യത ഇല്ല. പിന്നെ ഈ ഒരു പോയിന്റുകൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ എക്സൽ ആയാലും വേർഡ് ആയാലും പവർ പോയിന്റ് ആയാലും കുറച്ച് ഡിഫറൻസ് ഇല്ലേ ഇതിന് മൂന്നെണ്ണത്തിനും? ഉണ്ട്. ആ പോയിന്റുകൾ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. പിന്നെ മൈക്രോസോഫ്റ്റ് എക്സല് കാര്യങ്ങൾ, കാൽക്കുലേഷനും കാര്യങ്ങൾക്കും വിഷ്വലൈസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. പിന്നെ പ്രധാനപ്പെട്ടതാണ് ഇനി വരാൻ പോകുന്നത് ഇന്റർനെറ്റ് കേട്ടോ. ഇന്റർനെറ്റിനെ കുറിച്ച് ചോദിക്കാം. അതിനകത്ത് ഇമെയില്, വോയിസ് ആൻഡ് വീഡിയോ കോൾസ്, സോഷ്യൽ മീഡിയ, ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്, വെബിനാർസ് ആൻഡ് ഓൺലൈൻ പ്രസന്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ഇമെയില് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നോട്ട് തന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇമെയിൽ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോഷ്യൽ മീഡിയ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ വെബ് ബ്രൗസറുകൾ, എന്തൊക്കെയാണ് വെബ് ബ്രൗസറുകൾ എന്ന് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. വെബ് ബ്രൗസറിന്റെ ഏതൊക്കെയാണ് വരുന്നത്? ഗൂഗിൾ ക്രോമും മൊസില്ല ഫയർഫോക്സ്. ഞാൻ നിങ്ങൾക്ക് പ്രത്യേക നോട്ട് തന്നിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെയാണ് ഞാൻ എഴുതി തന്നിരിക്കുന്നത് നോക്കാം. ഏതൊക്കെയാണ് വെബ് ബ്രൗസേഴ്സ് എന്ന് ഞാൻ പറഞ്ഞിരുന്നത്? ക്രോമ, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, വെബ് ബ്രൗസേഴ്സ് സഫാരി, ആപ്പിൾ, സഫാരി, മൈക്രോസോഫ്റ്റ് എഡ്ജ്, ഓപ്പറ. ഗൂഗിൾ ക്രോം, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഉണ്ട്, എഡ്ജ്, മൊസില്ല ഫയർഫോക്സ്, ഓപ്പറ, സഫാരി, അതൊക്കെ എന്താണ് വെബ് ബ്രൗസേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം. യൂസർ ഇന്റർഫേസ്, മാൾവെയർ അല്ലേ ഇമ്പോർട്ടന്റ് അല്ലേ? മാൾവെയർ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഫിഷിംഗ് എന്താണ്, ഐഡന്റിറ്റി തെഫ്റ്റ് എന്താണ്, പിന്നെ ഫിഷിങ്ങും ഐഡന്റിറ്റി തെഫ്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് ഉണ്ടല്ലോ, പണിഷ്മെന്റും അതുപോലെ തന്നെ ആ സെക്ഷൻസും ഒക്കെ എന്താണ് ഒന്ന് നോക്കി വെക്കാം. ഫിഷിങ്ങിന്റെ എത്രയായിരുന്നു പറഞ്ഞിരുന്നേ സെക്ഷൻ? ഫിഷിംഗ് നോക്കിയേ, നോട്ടിൽ നോക്കിയേ. ഫിഷിങ്ങിന്റെ സെക്ഷൻ എന്തായിരുന്നു പറഞ്ഞിരുന്നേ? കിട്ടിയോ? ഫിഷിംഗ് ഇല്ലായിരുന്നോ? തന്നിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ലേ? ഇതാണോ സ്റ്റോളൻ ഇലക്ട്രോണിക് ഡിവൈസ്? ഉണ്ടല്ലോ. ഫിഷിങ്ങിന്റെ സെക്ഷൻ തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ലല്ലേ? ഹാക്കിംഗ് അല്ലേ തന്നിരുന്നേ? ഹാക്കിംഗ് ഹാക്കിംഗ് ഉണ്ട്. ഹാക്കിംഗ് ഉണ്ട്. ഹാക്കിംഗ് ഉണ്ടല്ലേ? ഫിഷിംഗ് ഇല്ലല്ലേ? ഇല്ല. ഐഡന്റിറ്റി തെഫ്റ്റ് ആണെങ്കിലോ? ഐഡന്റിറ്റി തെഫ്റ്റ് എത്രയാ? 66 C ട്ടോ. അതൊക്കെ ഒന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് നോക്കി വെക്കാം. പിന്നെ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതൊക്കെ നോക്കി വെക്കേണ്ടത് തന്നെയാണ്. ഡാറ്റ ബ്രീച്ചസ് എന്താണ്, മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്താണ്, പിന്നെ പാസ്വേഡ് അറ്റാക്ക് എന്താണ്, അതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. പിന്നെ ഇൻസൈഡർ ത്രെഡ്സ്, അൺസെക്യൂർഡ് വൈഫൈ നെറ്റ്വർക്ക്സ്, ഇതൊക്കെ ഒന്ന് നോക്കി വെക്കാം.
കമ്പ്യൂട്ടർ വൈറസ് നോക്കണം. ക്ലിയർ ആവുന്നില്ല സ്മിത എനിക്ക് പറയുന്നേ. കമ്പ്യൂട്ടർ വൈറസ് നോക്കണോ? വൈറസിന്റെ വൈറസ് വൈറസുകൾ വേണ്ട, നോക്കണ്ട. ഇതൊന്ന് നോക്കി വെക്കൂട്ടെ. ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജിൽ പറയുന്ന ഇന്റർനെറ്റ് ബേസ്ഡ് ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോംസ് ലൈക്ക് ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ്, വൺ ഡ്രൈവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോവാം. എവിടെയാ? 4th പോയിന്റ് കേട്ടോ, ഇന്റർനെറ്റിലെ 4th പോയിന്റ് ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ് കേട്ടോ. അതിനകത്ത് ഇന്റർനെറ്റ് ബേസ്ഡ് ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോംസ് ലൈക്ക് ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ് ആൻഡ് വൺ ഡ്രൈവ് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പോവാ. പിന്നെ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് അറിയാലോ എന്തൊക്കെയാ വരുന്നത്. ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, അതൊക്കെ വരുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. അതൊക്കെ നമ്മൾ പഠിച്ചൊന്നും വെക്കേണ്ട കാര്യമില്ല, നമുക്ക് ഏകദേശം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ വോയിസ് ആൻഡ് വീഡിയോ കോൾസ്, അത് കോളിംഗ് സർവീസ്, സ്കൈപ്പ്, സൂം, മൈക്രോസോഫ്റ്റ് ടീംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. ഈ വെബ് ബ്രൗസേഴ്സ് ഏതൊക്കെയാണ്? അതുകൂടാതെ 1, 2, 3, 4 കേട്ടോ. യൂസർ ഇന്റർഫേസ്, റെൻഡറിംഗ് വെബ് പേജസ്, ടാബ്ഡ് ബ്രൗസിംഗ്, സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. ആ 4 പോയിന്റ്സ് ഒന്ന് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ഇത് ഈ വെബ് ബ്രൗസേഴ്സില് യൂസർ ഇന്റർഫേസ്, റെൻഡറിംഗ് വെബ് പേജസ്, ടാബ്ഡ് ബ്രൗസിംഗ്, സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. ഓക്കെ, പിന്നെ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്തിനൊക്കെയാ യൂസ് ചെയ്തത്? സ്ലൈഡ് ക്രിയേഷന് വേണ്ടിയിട്ട്, സ്ലൈഡ് ഫോർമാറ്റിങ്ങിന്, സ്ലൈഡ് ലേഔട്ട്സ്, മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അപ്പൊ നിങ്ങൾ ഈ ഒരു കമ്പ്യൂട്ടറിന്റെ ഈ ചാപ്റ്റർ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ സ്ലൈഡിലുള്ള കാര്യങ്ങൾ എന്റെ നോട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാ, പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, മനസ്സിലായോ? എന്നാണ് പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടാവുക? അത് പറഞ്ഞിട്ടില്ല, നിങ്ങൾ എന്തായാലും ഇൻഫോം ചെയ്യൂ കേട്ടോ. എക്സാം ഡേറ്റ് പറഞ്ഞില്ലല്ലോ. പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടാവും എന്തായാലും. എന്നാണെന്ന് ഇൻഫോർമേഷൻ തന്നിട്ടില്ല. അത് വേറെ ഫാക്കൽറ്റി ആയിരിക്കാം ചെയ്യുന്നത് കേട്ടോ, ഞാനല്ല. അതുകൊണ്ടാ പറയുന്നത്. ഇൻഫോർമേഷൻ തന്നിട്ടില്ല, നിങ്ങളെ അറിയിക്കും എന്നാണ്. ഇന്നത്തെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അതുമായി ബന്ധപ്പെട്ടിട്ട്, ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട്? ക്വസ്റ്റ്യൻസ് തരും ഞങ്ങൾക്ക് ഓരോ ചാപ്റ്ററിനും ഇങ്ങനെ. ഓരോ ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് വേണം അല്ലേ? ക്ലാസ് റൂമിൽ ഇട്ടാ മതി. ക്ലാസ് റൂമിൽ 10 അല്ലേ പോവുള്ളൂ, 10 അല്ലേ ഉണ്ടാവുള്ളൂ. ക്ലാസ് റൂമില് കുറെ വട്ടായിട്ട് ഇട്ടാല് ക്വസ്റ്റ്യൻസ് ഇട്ട് കഴിഞ്ഞാല് അതിന്റെ ഓപ്ഷൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഓർമ്മ വരും, കിട്ടും. മറ്റുള്ളവര് തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ? ഇടുന്നുണ്ട്, തരുന്നുണ്ട് അല്ലേ? ഓക്കെ, ക്ലാസ് തരുവാ. ഓക്കെ, ക്വസ്റ്റ്യൻസ് ആണ് ഇനി വേണ്ടത് അല്ലേ? അതെ.
ഓക്കെ, ഇപ്പൊ റിവിഷൻ ഏകദേശം കഴിഞ്ഞു അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ല, ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതി അല്ലേ? അങ്ങനെ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെയല്ലേ? വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? എന്താ ആരോ പറഞ്ഞല്ലോ എന്തോ, എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? ഇങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലായിരുന്നു ടീച്ചറെ. ഈസി ആണ് ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടുവാണെങ്കിൽ അല്ലേ? ചാപ്റ്റേഴ്സ് മൊത്തത്തിലേ ക്വസ്റ്റ്യൻ ആയിട്ടേ നമ്മളുടെ ഈ മൊഡ്യൂൾ, ഈ ലാസ്റ്റത്തെ മൊഡ്യൂളില് ക്വസ്റ്റ്യൻസ് ആയിട്ട് കിട്ടുവാണെങ്കിൽ നല്ലായിരുന്നു അല്ലേ? അതിപ്പോ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, ക്ലാസ് റൂമിൽ ഇട്ടാൽ മതി, അത് ഞങ്ങൾ നോക്കിയെടുത്തോളാം. ഞാൻ നോക്കട്ടെ. ഒന്നില്ലെങ്കിൽ ഞാൻ ഒരു ക്ലാസ്സില് ക്വസ്റ്റ്യൻസുമായിട്ട് വരാം, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് റൂമിൽ അവരുടെ അടുത്ത് കൊടുത്തേക്കാം കേട്ടോ. നമ്മള് പറഞ്ഞു വന്ന ചാപ്റ്ററുകൾ ഏതൊക്കെയായിരുന്നു എടുത്തു തന്നിരുന്നത്? ഇപ്പൊ റിവിഷൻ കഴിഞ്ഞ ചാപ്റ്റേഴ്സ് ഏതൊക്കെയായിരുന്നു എന്ന് ഓർത്ത് വെക്കുക. ഏതൊക്കെയായിരുന്നു? ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബ്, പിന്നെ ഓഡിറ്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ബേസിക് കമ്പ്യൂട്ടേഴ്സ്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, പിന്നെ ബേസിക് 5 ചാപ്റ്റർ അല്ലേ? ഓഡിറ്റ് കൂടി കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. 5 ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, 5 ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുവാണെങ്കിൽ കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, അപ്പോ പഠിക്കാനായിട്ടൊക്കെ നന്നായിട്ട് നോക്കുക. അവധിയൊക്കെയാണ് വരുന്നത്, അവധിയാണെന്ന് പറഞ്ഞ് മടിഞ്ഞൊന്നും ഇരിക്കരുത്, എല്ലാവരും പഠിക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ഒന്നുമില്ല ചോദിക്കാനായിട്ട്? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നോട്? എക്സാമിന് ഡേറ്റ് ആയോ? എക്സാമിന്റെ ഡേറ്റ് എന്തായാലും പറയും നിങ്ങളോട്, അടുത്ത മാസമായിരിക്കും ചിലപ്പോ കേട്ടോ. ഞങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് ഇൻഫോർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണെന്നൊക്കെ, അത് നിങ്ങളോട് ഇൻഫോം ചെയ്തോളൂ കേട്ടോ. അല്ല, ഇനി മിസ് ക്ലാസ്സിൽ വരില്ല എന്നല്ല, ഞാൻ ക്വസ്റ്റ്യൻസ് കൊണ്ടുവരാൻ നോക്കാം ഒരു ക്ലാസ്സിൽ അങ്ങനെയാണെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ ഞാൻ നോക്കട്ടെ എങ്ങനെയാണെന്ന്. എന്തായാലും ക്വസ്റ്റ്യൻസ് തരാം. ക്ലാസ് ഒക്കെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊക്കെ ഒന്ന് കാണണ്ടേ? പിന്നല്ലാതെ എങ്ങനെയാ കാണണേ? ഇങ്ങോട്ട് വരുമോ? ഫസ്റ്റ് ബാച്ച് അല്ല, പിന്നെ നമ്മളെ സർട്ടിഫിക്കറ്റ് ഒക്കെ സർട്ടിഫിക്കറ്റ് അവിടുന്ന് തന്നാ മതി, ഞങ്ങള് വന്നിട്ട്. വരാൻ പറ്റുന്നവർക്ക് വരാൻ പറ്റുന്നവർക്ക് വായോ. ഞങ്ങളെല്ലാരും വന്നു കഴിയുമ്പോ നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാലോ, ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെക്കാലോ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻസ് നിങ്ങൾക്ക് സെക്കൻഡ് ബാച്ച് ഇല്ലല്ലോ, പിന്നീട് എല്ലാം ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും സ്വാഗതം ഇങ്ങോട്ട്, എല്ലാവരും വായോ. ഞങ്ങൾക്ക് എല്ലാവരും കാണണം. എല്ലാവരും കാണണമെന്നുണ്ടല്ലേ? പിന്നെ അവിടെ ഓഫീസിലുള്ളവരെയും റിജോ എല്ലാരും പേര് വിളിക്കുന്ന കേൾക്കാന്നല്ലാതെ കാണുന്നില്ലല്ലോ. റിജോ അല്ലെ? അവരൊക്കെ എല്ലാരെയും കാണാലോ. മിസ്സിന്റെ കാര്യം ഞാനിപ്പോ ഇവിടെ ഇൻഫോം ചെയ്യാം. ഞാനിപ്പോ നോക്കട്ടെ, പറ്റുമെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു ക്ലാസ്സുമായിട്ട് വരാം. എങ്ങനെയാണെന്ന് കറക്റ്റ് അറിയില്ല എനിക്ക്, അപ്പൊ ഞാനൊന്ന് നോക്കട്ടെ എങ്ങനെയാണെന്ന്. ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും, കേട്ടോ. അത് എങ്ങനെയായാലും നിങ്ങളുടെ കയ്യിൽ എത്തിക്കാം. പിന്നെ ജിഷ മിസ്സിന്റെ കാര്യം ഞാനിപ്പോ ഇവിടെ കയറിയിട്ട് ഇപ്പൊ ഇൻഫോം ചെയ്യാം. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാനായിട്ട്? ഈ പാഠഭാഗവും അല്ലെങ്കിൽ ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ? ഇനി നോക്കട്ടെ, പഠിച്ചു നോക്കട്ടെ. ഒന്നും കൂടി നോക്കിട്ടോ, വായിച്ചു നോക്ക്. ഒരാളുടെ തീർത്താൽ അത്രയും നല്ലതല്ലേ നിങ്ങൾക്ക്? പിന്നെ അത് അധികം ഇതാക്കി വായിക്കണ്ടല്ലോ പിന്നീട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ പിന്നെ നോക്കിയാൽ മതിയല്ലോ. ഇതൊന്ന് വായിച്ചു നോക്ക് കേട്ടോ. വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാം കേട്ടോ. ഓക്കെ, എന്നാ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു താങ്ക് യു വെരി മച്ച്. താങ്ക് യു.